ഗുരുഭ്യോ നമ. പ്രിയപ്പെട്ടവരെ, ഏവർക്കും ശ്രീമദ് ഭാഗവതത്തിലേക്ക് സ്വാഗതം. നമുക്ക് പുരൂരവസും ഉർവശിയും തമ്മിലുള്ള അസംവാദത്തിലേക്ക് കടക്കാം. പുരൂരവസ് പറയാണ്, ഹേ പ്രിയേ, നിൽക്കുക നിൽക്കുക, നിന്നോടുകൂടിയുള്ള രതിസേവയിൽ ഞാൻ തൃപ്തനായിട്ടില്ല. എന്നെ ആനന്ദിപ്പിക്കാതെ എന്തുകൊണ്ടാണ് നീ പിരിഞ്ഞു പോകുന്നത്? അതൊട്ടും യുക്തമല്ല. അല്ലയോ ദേവി, എന്നോട് ദയ ഉണ്ടാകണം. നിനക്ക് വേണ്ടാത്ത ഈ ശരീരം ഇവിടെ വീണ് കഴുകന്മാരോ ചെന്നായ്ക്കളോ ഭക്ഷിച്ചു തീരട്ടെ. എന്നിട്ടായാലും വേണ്ടില്ല, ശരീരത്തെ ഉപേക്ഷിച്ചുകൊണ്ടായാലും എനിക്ക് നിന്നോട് ചേരണം എന്നുള്ള ആ അദ്ദേഹത്തിന്റെ ആ രോദനം അത് കേട്ടിട്ട് ഉർവശിയുടെ മറുപടി പറയുകയാണ്, എന്നുടെ ദേഹം ഇന്നു മൃഗങ്ങൾ തിന്നിടണം, പിന്നെ ഞാൻ സ്വർഗേ വന്നു നിന്നോട് ചേർന്നിടുവൻ. ഇത്തരം കേട്ടതേരം ഉർവശി ചൊല്ലിടിനാൾ, ഇത്തരം ചൊല്ലായികളോ പുരുഷനല്ലോ ഭവാൻ. നാരിമാർക്കില്ല സത്യവും സ്നേഹവും അകതാരിൽ. നീ എന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നു, അത്രയും സ്നേഹം എനിക്ക് നിന്നോടുണ്ടായിരുന്നെങ്കിൽ ഞാൻ നിന്നെ ഉപേക്ഷിച്ചു പോകുമായിരുന്നോ? ഉർവശി ചോദിക്കുകയാണ്. അങ്ങനെ ഞാൻ ഉപേക്ഷിക്കാൻ കാരണം എന്താണ്? സ്ത്രീകൾക്ക് ഒരു പുരുഷനിലും പരിശുദ്ധമായ സ്നേഹം ഇല്ല എന്നുള്ളതാണ്. സഖ്യം എന്ന് പറയും. ഒരു സ്ത്രീക്കും ഒരു പുരുഷനിലും അത്രയും സഖ്യം ഒന്നുമില്ല. പരിശുദ്ധമായ സ്ത്രീ ഹൃദയം ചെന്നായ്ക്കളുടേതുപോലെയാണ് എന്ന് പറഞ്ഞാൽ വളരെ കാഠിന്യമുള്ളതാണ്. അങ്ങനെ ശരീരം ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ അങ്ങ് ഗതി കിട്ടാതെ അങ്ങ് അലയേണ്ടി വരും. ശാശ്വതമായ ശാന്തി കിട്ടാതെ അങ്ങേക്ക് അലയുന്നത് ഉണ്ടാകും. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാനാണ് ഉർവശി പറയുക, ഒരു കാര്യം ചെയ്യൂ, ഇത്രയും അങ്ങ് ദുഃഖിക്കേണ്ട. ഞാന് അങ്ങയെ വിട്ടുപോകുന്നെങ്കിൽ കൂടിയും അങ്ങേക്ക് ഇനിയും അടുത്ത വർഷം ഇതേ സമയത്ത് ഇവിടെ വന്ന് വെച്ച് കാണാം. അതുമൂലം ഇനിയും അങ്ങേക്ക് കുട്ടികള് ഉണ്ടാകും. അതുകൊണ്ട് ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞു. ഇത്തരം ചൊല്ലായികളോ പുരുഷനല്ലോ ഭവാൻ. നാരിമാർക്കില്ല സത്യവും സ്നേഹവും അകതാരിൽ. ആരെയും അവർക്കില്ല കാര്യസാധ്യമേയുള്ളൂ. നാരിമാരോടും ശാലാമൃഗങ്ങളോടും സഖ്യമാരുമേ മോഹിക്കുല ചഞ്ചലമവർ ചിത്തം. അത് അവരെപ്പോഴെന്ത് ചെയ്യും എന്ന് പറയുന്നത് ഉറപ്പിക്കാൻ പറ്റുകയില്ല. ആചാര്യന്മാര് പറയും, ഉള്ളിലുള്ളതല്ല നാവിൽ വരുന്നത്, നാവിൽ വരുന്നതല്ല പുറത്തേക്ക് വരുന്നത്, പുറത്തേക്ക് വരുന്നതല്ല പ്രവൃത്തിയിൽ വരുന്നത്. അതുകൊണ്ട് ഈ ഒരു കാലത്തും വിശ്വസിക്കരുത് എന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. ഇത് ഒരു നമ്മൾ മെയിൽ ഫീമെയിൽ എന്ന് പറയുന്ന കണക്കിന് ഉള്ള ഒരു നിർദ്ദേശമല്ല. സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിഷയമാണ്. ആ വിഷയം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ്, അല്ലാതെ വ്യക്തമായിട്ട് സ്ത്രീ എന്നുള്ള ഒരർത്ഥത്തിലല്ല പറയുന്നത്. വിഷയ വിചാര വികാരങ്ങൾ, ഇത് മൂന്നെണ്ണമാണ് മനുഷ്യനെ ഏറ്റവും അധപ്പതിപ്പിക്കുന്നത്. വിഷയ വിചാര വികാരം, അർദ്ധ ധാര പുത്രേഷണം, ഏഷണത്രയങ്ങൾ എന്ന് പറയും. അർദ്ധം ഭാര്യ, അർദ്ധം ധനം ഭാര്യ, ധനം അർദ്ധധാരം ഭാര്യ, പിന്നെ പുത്രന്മാര്. അർദ്ധധാര പുത്രേഷണങ്ങള് വിഷയ വിചാര വികാരങ്ങള്. ആ വിഷയത്തെയാണ് ഇവിടെ ഭാര്യയായിട്ട് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്രകാരം പറയുന്നത്. അല്ലാതെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ജീവിക്കുന്ന ഇന്നത്തെ ലോകത്തെ അല്ല, ഒരു ഉപമയായിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. ഇനി അത് ഒരു പരിധി വരെ അതിലൊക്കെ സത്യവുമുണ്ട്. എന്നാൽ 100% എല്ലായിടത്തും സത്യമാണെന്ന് പറയാനും സാധിക്കില്ല.
എന്നായിരുന്നു മഹാത്മാക്കളുടെ ചൊല്ലായതുകൊണ്ട് അതിനെ അനുസരിക്കാനേ വഴിയുള്ളൂ. കാരണം ഇന്ന് കണ്ടുവരുന്നതും അങ്ങനെയൊക്കെ തന്നെയാണ്. ആരുമേ മോഹിക്കൊല ചഞ്ചലം അവർ ചിത്തമോ ഉൽപ്പല നേത്രമാർക്ക് കാന്തപുത്രാദികളെ സ്വല്പമാമർത്ഥത്തിനു കൊല്ലുവാനും മടിയില്ല. അപ്പൊ നമ്മൾ പ്രതീകാത്മകമായിട്ട് പറയുകയാണെങ്കിൽ ഇന്നിത് സമൂഹത്തിൽ വളരെ കാണുന്നതാണ് നമ്മള്. അപ്പൊ പ്രതീകാത്മകമാണോ പ്രാക്ടിക്കലായിട്ട് ഇതിനകത്ത് സത്യങ്ങളില്ലേ എന്ന് തോന്നും. അതാണ് പറഞ്ഞത്, ഋഷീശ്വരന്മാര് എഴുതിയതാണ്, അതൊരിക്കലും പാഴാകില്ല. നമ്മൾ കാണുന്നുണ്ട് പല വാർത്തകളും പത്രമാധ്യമങ്ങളിലും മറ്റ് കാഴ്ച മാധ്യമങ്ങളിൽ കൂടിയൊക്കെ നമ്മളിത് കാണുന്നതും അറിയുന്നതുമാണ്. എങ്കിലും ഭവാൻ എന്നോടൊന്നിച്ചു വസിക്കണമെങ്കിലോ ഗന്ധർവേന്ദ്രന്മാരെ നീ ഭജിച്ചാലും സന്തോഷിച്ചവരെന്നെ തന്നിടും ഭവാനടോ. സന്താപം വേണ്ട മമ ഗർഭമുണ്ടതു കാൺക. വത്സരം തികയുമ്പോൾ ഇവിടെ വരിക നീ. സസുഖം ഒന്നിച്ചൊരു രാത്രിയിൽ രമിച്ചിടാം. അന്നും ഉണ്ടാകും തവപുത്രന്മാരെന്ന് ചൊല്ലി മന്നമിന്നിയേ മറഞ്ഞിടിനാൾ ഉർവശിയോ. പറഞ്ഞു, രാജാവേ, അങ്ങ് ദുഃഖിക്കേണ്ട. ഓരോ കൊല്ലവും അവസാനിക്കുന്ന ദിവസം അങ്ങിവിടെ എത്തുക. അങ്ങേക്ക് ഇനിയും സന്തതികൾ ഉണ്ടാകും. എന്നില് ഇനിയും സന്തതികൾ ഉണ്ടാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പോൾ സന്തതിയുണ്ട്, പക്ഷെ ആ കുട്ടി വയറ്റിലാണ്, ജനിച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ ഗർഭിണിയാണ്. ഭാഗവതം ഇങ്ങനെയാണ് പറയുക. ഭഗവാൻ എഴുത്തച്ഛൻ അത് ഗർഭിണി എന്ന് തന്നെ പറയുന്നുണ്ട്, ഗർഭവുമുണ്ടെന്ന് പറയുന്നുണ്ട്. വേദവ്യാസ ഭാഗവതം ഇങ്ങനെയാണ് പറയുക, ഇനിയും സന്തതികൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ ഇനിയും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉണ്ട് എന്നർത്ഥം. ഓരോ വർഷവും വർഷത്തിന്റെ അവസാന ദിവസം വരിക, നമുക്ക് കണ്ട് ഒന്നിച്ച് ഇവിടെ രാസലീലകൾ നടത്തി പോകാം. അങ്ങനെ അങ്ങേക്ക് വീണ്ടും വീണ്ടും കുട്ടികൾ എന്നിലുണ്ടാകും, അങ്ങ് വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ ഇനിയും എന്നുള്ള ആ പദം കൊണ്ട് ഉർവശി പുരൂരവസിന് മനസ്സിലായി ഇവൾ ഗർഭിണിയാണ് എന്നുള്ളത്. അപ്പൊ ഉർവശി ഗർഭിണിയാണെന്ന് അറിഞ്ഞ പുരൂരവസ് പോയിട്ട് വർഷാവസാനത്തിൽ പിന്നെയും കുരുക്ഷേത്രത്തിലെത്തി. അവിടെ വീരനായ ഒരു കുട്ടിയെയും കൊണ്ട് വന്നിരിക്കുന്ന ഉർവശിയെ കണ്ട് ആ പുരൂരവസ് സന്തോഷിച്ചു. രാജാവ് അന്ന് രാത്രിയില് അവളോടൊന്നിച്ച് ജീവിച്ചു. പിറ്റേ ദിവസം പോകുവാൻ തുടങ്ങുന്ന ഉർവശിയെ കണ്ട് രാജാവ് ദുഃഖിച്ചു. ഗന്ധർവന്മാരെ, ഉർവശി പറയുകയാണ്, ഗന്ധർവന്മാരെ സേവിക്കുക, അവരെന്നെ അങ്ങേക്കായി തരും എന്ന് പറഞ്ഞു ഉർവശി. അത് കേട്ടിട്ട് സന്തുഷ്ടരായ ഗന്ധർവന്മാരെ സ്തുതിച്ചു പുരൂരവസ്. ഗന്ധർവന്മാരെ വിശിഷ്ടമായ ഒരു പാത്രവിശേഷത്തെ നൽകി പുരൂരവസിന്. അത് അഗ്നിസ്ഥാലി എന്ന് പറയും. അതാണ് പാത്രവിശേഷം. ഉർവശിയാണെന്ന് തോന്നും, പക്ഷെങ്കില് പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി ഇത് എന്റെ മതിഭ്രമമാണ്, ഇത് അഗ്നിസ്ഥാലിയാണ്. അഗ്നി ജ്വലിക്കുന്ന ഒരു പാത്രവിശേഷം, വിശേഷപ്പെട്ട ഒരു പാത്രം എന്നാണ് അതിനെയാണ് കൊടുക്കുന്നത്. സുന്ദരി മണിദാനം ഭൂപതി തന്റെ കയ്യിൽ സുന്ദരനായിട്ടൊരു പുത്രനെ നൽകിപ്പോയാർ. ഗന്ധർവന്മാരെ സ്തുതിച്ചിടിനാൻ നരപതി. ഗന്ധർവന്മാരോ അഗ്നിസ്ഥാലിയെ നൽകിയിടിനാൻ. എത്രയും ജ്വലിക്കുന്ന ഒരു അഗ്നിസ്ഥാലിയെ കണ്ടു ചിത്രവിഭ്രാന്തിയ നൃപൻ ഉർവശി എന്നോർത്തുടൽ. സ്ഥാലിയും എടുത്തങ്ങുകാരനെ നടക്കുമ്പോൾ സ്ഥാലിയും വനേ വെച്ച് തന്നോടെ ഗ്രഹം പൊക്ക. അങ്ങനെ ആ സ്ഥാലി ഗന്ധർവന്മാർ കൊടുത്ത അഗ്നിസ്ഥാലിയാണ്. നിത്യവും അഗ്നി ഉജ്ജ്വലിക്കുന്ന ഒരു പാത്രവിശേഷം. അതിനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഉർവശിയിൽ മദനാതുരനായിരുന്ന പുരൂരവസിന് ആ അഗ്നിയെ കണ്ടപ്പോഴ് ഇത് ഉർവശിയാണെന്ന് തോന്നി. ഉർവശി ഭ്രാന്തനായ അദ്ദേഹം ഉർവശി എന്ന വിചാരത്തോടെ ആ പാത്രവുമായിട്ട് നടന്നു. അങ്ങനെ നിത്യവും അനുഷ്ഠാനങ്ങളോടുകൂടി അഗ്നിഹോത്രം ചെയ്യുന്ന ദിവ്യാത്മാവാണ് പുരൂരവസ്.
പിറ്റേ ദിവസം അദ്ദേഹത്തിന് ആ പാത്രത്തിൽ നിന്ന് അഗ്നി ഉജ്ജ്വലിക്കുന്നത് കണ്ട് രാജാവിന് കാര്യം മനസ്സിലായി. അഗ്നിഹോത്ര സമയമായപ്പോൾ ആ അഗ്നി ജ്വലിച്ചുകൊണ്ടിരിക്കുന്നതിൽ നിന്ന് വളരെയധികം പ്രശോഭയോടുകൂടി അഗ്നി ഉജ്ജ്വലിച്ചുയരുന്നത് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി അഗ്നിഹോത്രത്തിന് സമയമായിരിക്കുന്നു എന്ന്. അങ്ങനെ അഗ്നി ജ്വലിക്കുന്ന പാത്രവിശേഷമാണിത്, ഉർവശിയല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ഇവിടെ നമുക്ക് പൂർവികരായിട്ടുള്ള മഹാസൂരികള്, ജ്ഞാനികളായിട്ടുള്ള ഗുരുപരമ്പര നമുക്ക് അരുളി ചെയ്യുകയാണ്, സ്ത്രീയും അഗ്നിക്കു സമമാണ്. തന്നിലേക്ക് ചെല്ലുന്നവരെയൊക്കെ ദഹിപ്പിച്ചു കളയാനുള്ള ശക്തി സ്ത്രീക്കുണ്ട്. സ്ത്രീയോടുള്ള ആ അഭിനിവേശം കൊണ്ടാണ് അഗ്നി പോലും സ്ത്രീയാണെന്ന് തോന്നിയത്. അഗ്നി ദഹിപ്പിക്കുന്നതാണ്, സ്ത്രീയും ദഹിപ്പിച്ചേ അടങ്ങൂ എന്നുള്ളത് പൂർവികരായിട്ടുള്ളവർക്ക് അറിയാമായിരുന്നു. എല്ലാറ്റിനെയും മോഹിപ്പിച്ച് ദഹിപ്പിക്കാൻ കഴിയും സ്ത്രീകൾക്ക്. പുരൂരവസ് അങ്ങനെ അഗ്നിസ്ഥാലിയെ വനത്തിൽ ഉപേക്ഷിച്ചു. ഇത് അഗ്നിസ്ഥാലിയാണ്, അഗ്നി കത്തുന്ന പാത്രവിശേഷമാണെന്ന് മനസ്സിലായപ്പോൾ, മനസ്സ് സ്വസ്ഥമായപ്പോൾ, ശാന്തനായപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി ഇത് സ്ത്രീ എന്ന് ഞാൻ കൽപ്പിച്ചത് അഗ്നിസ്ഥാലിയാണ്, ഇതിനെ ഉപേക്ഷിക്കുക തന്നെ. അതിനെ ഉപേക്ഷിച്ചു. അദ്ദേഹം എന്നിട്ട് കൊട്ടാരത്തിൽ പോയി രാത്രിയിൽ ഉർവശി ചിന്തയോടുകൂടി അദ്ദേഹം ഉറങ്ങി. അങ്ങനെ ഒരു കൊല്ലം ഉർവശിയെ ധ്യാനിച്ചു കഴിഞ്ഞു. വളരെ കാലം കഴിഞ്ഞു. അദ്ദേഹത്തിന് ത്രേതായുഗത്തിന്റെ ആരംഭമായി. അപ്പോൾ രാജാവിന്റെ മനസ്സിൽ അഗ്നിഹോത്രാദികളുടെ സമ്പ്രദായത്തെ ഓർമ്മ വന്നു. അങ്ങനെ ആ അഗ്നിഹോത്രത്തിന് കാരണമായിട്ടുള്ള വേദത്രയം പ്രാദുർഭവിച്ചു. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഓർമ്മ വന്നു. എങ്ങനെയാണെന്ന് പറയാം. ചിത്തവിഭ്രാന്ത എത്രയും ജ്വലിക്കുന്നു രത്നസ്ഥാലിയെ കണ്ട് ചിത്തവിഭ്രാന്തിയ നൃപന് ഒരു വശിയെന്നോർത്തുടൻ സ്ഥാലിയും എടുത്തങ്ങ് കാനനെ നടക്കുമ്പോൾ സ്ഥാലിയും വനേ വെച്ച് തന്നുടെ ഗ്രഹം പുക്കാൻ. അന്നല്ലോ ത്രേതായുഗം ആരംഭിച്ചതോ തത്ര മന്നവനോട് ചിത്തേ വേദങ്ങൾ മൂന്നായി തോന്നി. പിന്നെ പോയി അഗ്നിസ്ഥാലി എടുത്തു നരേന്ദ്രനും. പിന്നെ രണ്ട് അഗ്നിയെയും നിർമ്മിച്ചാൻ അശ്വത്ഥത്താൽ. അദ്ദേഹം അഗ്നിഹോത്രം ചെയ്യാനുള്ള സമയം, കർമ്മകാണ്ഡം, ജ്ഞാനയജ്ഞാദികൾ ചെയ്യുവാൻ ഉള്ള ത്രേതായുഗത്തിന്റെ ആരംഭമാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. അതിന് മുന്നിൽ കൃതയുഗമാണ്, അല്ലെങ്കിൽ സത്യയുഗമാണ്. സത്യയുക്തന്മാരായിട്ടുള്ളവർക്ക് സങ്കല്പം കൊണ്ട് തന്നെ അനുഭവിക്കാൻ പറ്റും എല്ലാ സുഖങ്ങളും. ത്രേതായുഗമായപ്പോൾ കർമ്മം ചെയ്യണം എന്ന് വന്നു. ആ കർമ്മത്തിന് അടിസ്ഥാനം അഗ്നിയാണ്. അഗ്നിഹോത്രം ചെയ്യണം എന്ന് അദ്ദേഹത്തിന്റെ മനസ്സിൽ വേദത്രയങ്ങളുടെ ഭാവമുണ്ടായി. വേദത്രയം എന്ന് പറയാൻ കാരണം ഋഗ്വേദം, യജുർവേദം, സാമവേദം, ത്രയീവേദം അല്ലെങ്കിൽ വേദത്രയം എന്ന് പറയും. അപ്പം ചോദിക്കും, അതില് ചതുർവേദങ്ങളുണ്ടല്ലോ, 4 വേദങ്ങളാണ്. ഇപ്പൊ പറഞ്ഞു കാലം കൊണ്ട് ഒന്ന് ഡിസ്കൗണ്ട് ആയോ, ഇപ്പൊ 3 ഉള്ളോ എന്ന് ചിന്ത തോന്നും. അങ്ങനെയല്ല. വേദം സാരം പ്രണവമാണ്. പ്രണവം ആണ് ഓങ്കാരം. അകാരം, അകാര, ഉകാരങ്ങളെ കൊണ്ടാണ് പ്രണവം നിലനിൽക്കുന്നത് അല്ലെങ്കിൽ ഉച്ചരിക്കുന്നത്. ഓംകാരം ഉച്ചരിക്കുന്നത്, പ്രണവമന്ത്രം ഓംകാരമാണ്. അപ്പം ഓംകാരം എന്ന് പറയുന്നതാണ് പ്രണവം. ആ ഓംകാരത്തിന് അകാര, ഉകാരം, അകാരങ്ങൾ ചേർന്ന അക്ഷരങ്ങൾ ചേർന്ന് ആ ഉ മ ഇത് 3 ഉണ്ടാകണം. വേദത്തിൽ ആ ഉ മ എന്ന 3 അക്ഷരങ്ങളെ ചേർത്തുകൊണ്ടാണ് വേദം ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും. അത് വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഋഗ്വേദത്തില് അഗ്നിമേലെ പുരോഹിതം, അതിന്റെ തീരുന്നത് സു സഹ സതി, സു സഹാസതി, ഈയോടാണ് ചേരുന്നത്. അതുപോലെ തന്നെ യജുർവേദത്തില് ഈശ്വത്തോർ
എന്ന് തുടങ്ങി അതിനും ബന്ധു തുടങ്ങി ഉകാരത്തിലാണ് തീരുന്നത്. അപ്പം അഗ്നിമീളെ പുരോഹിതം തുടങ്ങി സുസഹാസതി എന്ന ഈ വരെ വന്ന് നിൽക്കും. പിന്നെയുള്ളതില് ഈശത്വർ തുടങ്ങി ഈയിൽ തുടങ്ങി ബന്ധു എന്നുള്ളതുകൊണ്ട് ഊ വരെ നിൽക്കും. ബന്ധു പറയുമ്പോൾ ഉകാരമാണ് വരുന്നത്. അപ്പം രണ്ടിലെയും ഈയെ ഒഴിവാക്കി കളഞ്ഞാൽ ശേഷിക്കുന്നത് ആയും ഊവുമാണ്. പിന്നെ അപ്പൊ നമുക്ക് മകാരം വേണം. മകാരം സാമവേദത്തിലാണ് പ്രയോഗിക്കുന്നത്. സാമവേദം എന്ന് പറഞ്ഞാല് സംഗീത രൂപേണയാണ്. ആ സംഗീത രൂപത്തില് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഏതാണ്ട് 72 രാഗങ്ങളാണ് സംഗീതത്തില് ഉപയോഗിക്കുന്നത്. ആ 72 രാഗങ്ങള് 2 ജനുസായിട്ടാണ് പറയുന്നത്. 36. അപ്പം 36, 72. അപ്പം ആദ്യത്തെ അതില് മകാരം മാ 1, രണ്ടാമത്തേതില് മാ 2 എന്ന് 2 എണ്ണം പറഞ്ഞു കഴിഞ്ഞാല് ആദ്യത്തെ അതില് മകാരം സ്വല്പം നീട്ടി പറയും. അതാണ് ശങ്കരാഭരണം എന്ന രാഗത്തില് മകാരം ഉപയോഗിക്കുന്നത്. രണ്ടാമത്തെ ജനുസില് മകാരം സ്വല്പം ഹ്രസ്വമായിട്ട് ഉച്ചരിക്കും. അതാണ് കല്യാണി എന്ന രാഗം. അപ്പോഴ് മകാരത്തിനാണ് സാമവേദത്തിൽ പ്രാധാന്യം കൊടുക്കുന്നത്. വളരെ വിശദമായൊരു വിഷയമാണ്, അതെല്ലാം പറഞ്ഞു പോകുന്നില്ല. എന്നിരുന്നാലും വേദത്രയം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉത്ഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അകാര, ഉകാര, മകാരങ്ങളോട് കൂടിയ ഋഗ്, യജുസ്, സാമം എന്ന 3 വേദങ്ങള്. ഈ 3 വേദങ്ങളിലുള്ള വസ്തുവിന്റെ അതിൽ നിന്നെടുത്ത പ്രധാനപ്പെട്ട സൂക്തങ്ങളാണ് അഥർവ വേദത്തിലുള്ളത്. അതുകൂടെ ചേരുമ്പോഴാണ് വേദം 4 ആകുന്നത്. ഇല്ലെങ്കിൽ വേദത്രയം എന്ന് പറയും. അങ്ങനെ വേദത്രയം പുരൂരവസിന്റെ മനസ്സിൽ ഉദിച്ചു കൃതയുഗത്തിന്റെ ആരംഭമായി എന്ന് കണ്ടു. കർമ്മത്തിന് കർമ്മകാന്ഡം കൂടി അനുഷ്ഠിക്കണം. സത്യയുഗത്തിൽ അത് ആവശ്യമില്ലായിരുന്നത് കൊണ്ട് അതിന്റെ ഉപയോഗം വന്നില്ല. കൃതയുഗമാകുമ്പോൾ ഇതിന്റെ പ്രവൃത്തി അത്യാവശ്യമായിട്ട് വരും. അതാണ് ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം. എന്തായിരുന്നാലും രാജാവിന് മനസ്സിലായി വേദത്രയം അഗ്നിയെ കൊണ്ട് കർമ്മകാന്ഡം അനുഷ്ഠിക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് ശരി, എന്നാൽ ഈ അഗ്നിയെ തന്നെ സ്വീകരിക്കാം എന്ന് കണ്ടുകൊണ്ട് അഗ്നി വെച്ച സ്ഥലത്ത് ചെന്നു. ആ അഗ്നിവിശേഷമുള്ള പാത്രം മനത്തിൽ ഉപേക്ഷിച്ചിട്ടാണല്ലോ വന്നത്. കാലങ്ങൾ കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴ് ആ അഗ്നിപാത്രം കണ്ടു. അതിൽ നിന്ന് വലിയൊരു ആൽമരം വളർന്നു നിൽക്കുന്നതായിട്ട് കണ്ടു. അപ്പൊ അദ്ദേഹത്തിന്റെ മനസ്സിൽ ചില കർമ്മങ്ങൾ ഉദിച്ചു വന്നു. അദ്ദേഹം ആ ആലിന്റെ 3 കൊമ്പുകളെ മുറിച്ചെടുത്തു. എന്നിട്ട് ഒന്ന് താഴെയും ഒന്ന് അതിന്റെ മുകളിലും, മൂന്നാമത്തെ കമ്പ് ഇതിന്റെ 2ലും മധ്യത്തിലും വെച്ച് അതിനെ കടയാൻ തുടങ്ങി. അതിനാണ് അരണി എന്ന് പറയുന്നത്. താഴെയുള്ള ഭാഗം ഉർവശിയായിട്ടും മുകളിലുള്ള ഭാഗം താനാകുന്ന പുരൂരവസായിട്ടും മധ്യഭാഗം പുത്രത്വേനെയും കണ്ടുകൊണ്ട് ഈ അരണിയെ മതിച്ചു. ആ അരണിയിൽ നിന്ന് പുത്രൻ ഉണ്ടാകുന്ന അതേ രീതിയിൽ വീണ്ടും അഗ്നിയുണ്ടായി. അഗ്നിയിൽ നിന്നുണ്ടായ അശ്വത്ഥം അതിനെ മുറിച്ച്, അതിന്റെ കമ്പുകൾ മുറിച്ച് വീണ്ടും അഗ്നിയെ ഉൽപ്പാദിപ്പിച്ചു. അതിൽ സങ്കല്പം താഴെയുള്ളത് ഉർവശിയും മുകളിലുള്ളത് പുരൂരസവും മധ്യത്തിലുള്ളത് പുത്രസ്ഥാനവുമായിട്ട് കണ്ടുകൊണ്ടാണ് മതിച്ചത്. ആ അരണിയിൽ നിന്ന് ഉണ്ടായ അഗ്നിയിൽ കൂടി വീണ്ടും യാഗാദി കർമ്മങ്ങൾ ചെയ്തുകൊണ്ടാണ് പുരൂരവസ് സ്വർഗത്തിലെത്തിയത്. അതാണ് പുത്രത്വേന എന്ന് പറയാൻ കാരണം. പുത്രൻ ചെയ്യുന്ന ആ ശിഷ്ടകാര്യങ്ങള്, ഏത് അനന്തരക്രിയകൾ, ശരീരം ഉപേക്ഷിച്ചതിന് ശേഷം ചെയ്യുന്ന കർമ്മത്തിൽ കൂടിയാണ് പിതാവിന്റെ ചൈതന്യം സ്വർഗത്തിലെത്തുന്നത്. അതുപോലെ ഈ അഗ്നിയിൽ കൂടി പുരൂരവസിന് സ്വർഗം നേടാൻ സാധിച്ചു എന്നാണ് അവിടെ പ്രതിപാദിക്കുന്നത്.